ഗംഭീരമാണ്. വലിയൊരു പാർട്ടാണ്. ഗംഭീരമായിട്ടൊരു ക്യാരക്ടർ അതിൽ സാർ എനിക്ക് തന്നു ചെയ്യാനായിട്ട് ഒരുപാട് സന്തോഷം. എല്ലാവരും മൂവി കാണുക. എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇതുവരെ നിങ്ങൾ കാണാത്തൊരു മൂവി എന്ന് ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്ന മൂവി. എല്ലാവരും പോയി കാണുക. അത് മാത്രമേ പറയാനുള്ളൂ. വിഷുകാലം നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ജയ് ഗണേഷ് സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണിമൂന്തൻ സാറിന്റെ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരണമെന്ന് തന്നെ പറയാം. ഒരുപാട് സിനിമകളൊന്നും ചെയ്ത് വെറുപ്പിക്കാത്തൊരു മലയാള സിനിമ എന്നാണ് ഉണ്ണിമൂന്തൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മല്ലു സിംഗ് ആണെങ്കിലും ചാണക്യതന്ത്രമാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിരുന്നു. ഇന്നാളിറങ്ങി സൂപ്പർ ഹിറ്റായ 2022 മാളികപ്പുറം ബമ്പർ ഹിറ്റായിരുന്നു അഭിലാഷിന്റെ പടം. അപ്പോൾ അതൊക്കെ മാളികപ്പുറത്തിന് ശേഷം അത് ഗംഭീരമായിട്ട് ഒരു റിയലിസ്റ്റിക് സിനിമയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് സിനിമ. മലയാള സിനിമ എന്ന് പറയുന്നത് ഇതാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളെ അസ്തമാക്കിയ ഗംഭീര ഇമോഷണലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിമൂന്തൻ സിനിമ കൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. സാധാരണ ഉണ്ണിമൂന്തൻ സിനിമ കാണുമ്പോൾ ബോറടിക്കാറുണ്ട്. പണ്ടൊക്കെ പല സമയം നാല് കുട്ടിയെ കാണുമ്പോൾ ബോറടിച്ചിരുന്നു. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു 2-2.5 മണിക്കൂർ കാണാൻ പറ്റുന്ന ഒരു എൻഗേജിങ് ത്രില്ലറാണ്. മഹിമ നമ്പ്യാരൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര ത്രില്ലറാണ്. അപ്പോൾ റേറ്റിംഗ് ഒരു 5 കൊടുക്കുക. സൂപ്പർ സിനിമ, അടിപൊളി പടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലുള്ളൊരു എന്താണ് പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ഒരു ജയ് ഗണേഷ് സൂപ്പർ ഹീറോ ഉള്ളൊരു സംഭവമാണ്. പിന്നെ രഞ്ജിത്ത് ശങ്കർ സാറിൻ്റെ പടത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും. ഇപ്പം ഈ ഒരു എന്താ പറയുക വേസ്റ്റ് പ്ലാന്റ് അതിനെക്കുറിച്ച് ഒരു കഥയാണ് സാമൂഹിക പോകാൻ മാലിന്യം അതിനെക്കുറിച്ച് ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതിനെക്കുറിച്ച് വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു സംഭവം പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇൻ്റർവെൽ കഴിയുമ്പോൾ എന്താ പറയുക സങ്കടം തോന്നി. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാല് വയ്യാത്ത ഒരാളവസ്ഥ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. അതിൻ്റെ കാര്യം പുള്ളിയാണെന്ന് പറയില്ല, വേറൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് പെർഫോം ചെയ്തത്. ഈ ജയഗണേഷിലേക്ക് കാണുന്ന പോലെ തന്നെ അയാൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രസന്നമാണ്, ഭയങ്കര ഹാൻഡ്സമാണ്. എനിക്ക് ഒരു ചായയുണ്ട്. അപ്പോഴാണ് എനിക്ക് അയാൾ എങ്ങനെ ആക്കിയാലോ എന്ന് കാലത്താണ്. ജയ് ഗണേഷൻ അപ്പോൾ ഒരു മോട്ടിവേഷണൽ ഫിലിമാണ്. അത് നിങ്ങൾ ഇനി കാണുന്നു. ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞു നിങ്ങൾ കാണും. അതിനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലതായിരുന്നു. എസ്പെഷ്യലി ഉണ്ണിമുകുന്ദനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലതായിരുന്നു. നാച്ചുറൽ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഫാമിലി ആരായാലും കാണാം. പോസിബിളായിട്ട് പോലും ചിന്തിക്കുന്നതല്ല, ഇമ്പോസിബിളായിട്ട് ചിന്തിക്കുന്ന അതേ ഒരു രീതിയിലാണ് അവൾ അഭിനയിക്കുന്നത്. അവൾ ഓരോ ചലനങ്ങൾ, ഓരോ കാര്യങ്ങൾ, ഓരോ മൂവ്മെൻറ്റ് പോലും ഭയങ്കര ഒരു ഫൈൻ ആർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നത്. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവൾ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന അവളുടെ ബ്ലഡിലൂടെ അപ്പോൾ വേറെ എന്തൊക്കെയോ സൂപ്പർ പവേഴ്സൊക്കെ പോകുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഫിനിക്സ് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷയായിരുന്നു ഉള്ളിൽ. സോ ലെറ്റ് ഹർ ഫ്ലൈ ആസ് മച്ച് ഷീ ക്യാൻ. താങ്ക് യു. ഇപ്പം നല്ല ഒരുപാട് ക്ലാഷ് റിലീസുകളുണ്ട്. ഫഹദ്, നിവിൻ ഒക്കെ അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ സിനിമ മറ്റു സിനിമകളുടെ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ പടത്തിന്റെ ഫീഡ്ബാക്ക് തിയേറ്ററിലെ ആൾക്കാർ വിസിലടിക്കാന്ന് പറഞ്ഞാൽ സാറ് കാര്യമില്ല. എന്നെ സംബന്ധിച്ചത് ഈ സിനിമയിൽ ഈ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷം. ഐ വാസ് ഓൾവേസ് കോൺഫിഡന്റ് ഈ സിനിമ ഉണ്ടാവും. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺട്രവേഴ്സി ഒക്കെ ഈ ഫസ്റ്റ് ഹോളിൽ തീർന്നു അല്ലേ തോന്നിയില്ല? അത് ഒന്നൊതുങ്ങിക്കോ. എല്ലാവരും വൈഡാക്കി എല്ലാവരും കിട്ടുമല്ലോ.
ഒന്ന് വൈഡായിട്ട് എല്ലാവർക്കും കിട്ടും. സംസാരിക്കാം ബാക്കിലോട്ട് സംസാരിക്കാം.